മൗലിദുകളെ കൂടാതെ ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ട 2 നബി പ്രകീർത്തന കാവ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തേത് കായൽപട്ടണം എന്ന് രചിക്കപ്പെട്ട അല്ലഫൽ അലിഫും അതുപോലെ തന്നെ ലോകപ്രശസ്തമായ മറ്റൊരു കൃതിയായ ഖസീദത്തുൽ വിത്രിയയുമാണ്. മലബാറിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമായി ഈ 2 കൃതികൾക്കും ഒരുപാട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഈ 2 കൃതികളുടെയും പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സാഹിത്യരചന എന്നതിലുപരി പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്ന താല്പര്യമാണ് ഈ കാവ്യങ്ങൾക്ക് വിശദീകരണങ്ങൾ ഉടലെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമായി മനസ്സിലാക്കപ്പെടുന്നത്. ഉപരി സൂചിത അല്ലഫൽ അലിഫ് എന്ന ഗ്രന്ഥം മഹാനായ കായൽപട്ടണ സ്വദേശിയായിരുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അറബി അക്ഷരമാലാക്രമത്തിൽ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് വരികൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലഫൽ അലിഫിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1900 പെരുവള്ളൂർ കൂർമത്ത് മുഹമ്മദ് മുസ്ലിയാർ ഈ അല്ലഫൽ അലിഫിന് ഒരു താലീഖാത്ത് രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മാഹി എന്നവർ 1912 അല്ലഫൽ അലിഫിന് ഒരു ഹാഷിയ കൂടി രചിച്ചിട്ടുണ്ട്. 923 ഷെയ്ഖ് യൂസുഫുൽ ഫൽഫരി തങ്ങളും അതുപോലെ തന്നെ 932 മുടയൻ ബിലാക്കൽ അലി ഹസൻ മുസ്ലിയാരും ഈ പറയപ്പെട്ട അല്ലഫൽ അലിഫിന് ഓരോ ഷറഹു വീതവും എഴുതിയിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഖസീദത്തുൽ വിത്രിയ. മഹാനായ മുഹമ്മദ് ബിനു അബീബക്കർ ബിൻ റഷീദുൽ ബഗ്ദാദി എന്നിവരാണ് ഈ പറയപ്പെട്ട ഖസീദത്തുൽ വിത്രിയ രചിച്ചിട്ടുള്ളത്. മലബാറിലെ പലയിടത്തും റമദാനിലെ തറാവീഹിന് ശേഷം ഈ വിത്രിയ ബൈത്തുകൾ ഇപ്പോഴും ചൊല്ലി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിലും ഈ പാരമ്പര്യം നമ്മൾ തുടർന്നു വരുന്നുണ്ട്. മുൻപറഞ്ഞ അല്ലഫൽ അലിഫിൽ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ഓരോ വരികളാണ് ആരംഭിക്കുന്നതെങ്കിൽ ഈ വിത്രിയയിൽ നമ്മൾ ഓരോ ഫസലും ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ടത്. കായൽപട്ടണത്തുകാരനായ ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ഖസീദ വിത്രിയക്ക് ഒരു മുഹമ്മസ് രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെളിയങ്കോട്ടുകാരനായിരുന്ന മഹാനായ ഉമർ ഖാലി തങ്ങളും ഈ തഹ്മീസിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ടുകാരനായിരുന്ന അബൂബക്കർ ഖാലി കാലിക്കുത്തി എന്നിവരും ഖസീദ വിത്രിയക്ക് ഒരു മുഹമ്മസ് രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖസീദ അല്ലഫൽ അലിഫിൽ നിന്ന് ചെറിയൊരു ഭാഗം കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅലൽ ആലി ആൽ അവല സൂതൂരി ബിസ്മില്ലാഹി ബദ് അൽ ഖാലി ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ആൽ ബാലഗൽ മുദ്ദാഹു ഫി ഔസ്വാഫിഹി ഫമാ ബലഗ് ബാലിഗുൻ മിർശാര മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.